പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത ബ്രേക്കിംഗുമായി നമ്മുടെ റിനോ ശ്രീധർ നമ്മുടെ വാഹനം കൈകാര്യം ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത ബ്രേക്കിംഗ് വാർത്തയും കൊണ്ടുവരികയാണ്. പാട്ട് റെഡിയാക്കിക്കോ, ഇത് പാട്ട് പാടേണ്ട വാർത്തയാണ്. പൂരം കലക്കലിൽ പോലീസിന് മാത്രം വീഴ്ചയെന്ന സൂചന നൽകി ADGP മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട് വരുന്നു. മറ്റു വകുപ്പുകൾക്കൊന്നും വീഴ്ചയില്ലെന്നാണോ ADGP സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് റിനോ? തീർച്ചയായും. കാരണം ത്രിതല അന്വേഷണത്തിൽ മനോജ് എബ്രഹാമിനായിരുന്നു ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചോ എന്നത് അന്വേഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം. ആ ഒരു അന്വേഷണം പൂർത്തിയാക്കി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതുപോലെ തന്നെ വനം വകുപ്പ്, അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് വകുപ്പ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്കൊന്നും തന്നെ വീഴ്ചയില്ല എന്നുള്ളതാണ് മനോജ് എബ്രഹാമിൻ്റെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ ADGP MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിലുള്ള ഒരു സൂചന നൽകുന്ന റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ADGP, അതായത് MR അജിത് കുമാറിന് പകരം ADGPയുടെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP മനോജ് എബ്രഹാം റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. സൂര്യ. ഓക്കെ റിനു ശ്രീധർ, അപ്പോൾ ഗംഭീരമാണ്. നമ്മുടെ ADGP മനോജ് എബ്രഹാം സമർപ്പിച്ച റിപ്പോർട്ടും നമ്മുടെ MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടും ഒക്കെ ഏകദേശം ഒരുപോലൊക്കെ വരുന്നുണ്ടല്ലോ. ഒരിക്കലും അല്ല, ഒരുപോലെയല്ല, അതിൽ വ്യത്യാസമുണ്ട്.